പോർണോഗ്രഫിയിൽ നിന്ന് പുറത്തു വരാനുള്ള അനേകം സ്റ്റെപ്പുകളാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് മുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം ആത്മശോധന നടത്തുക എന്നുള്ളതായിരുന്നു. നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തി നമ്മുടെ ഹൃദയത്തിലേക്കൊന്ന് ആഴ്ന്നു ചെന്ന് നമ്മൾ ഇതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഒന്ന് ഇവാലുവേറ്റ് ചെയ്യുകയായിരുന്നു. അതിൽ നിന്നും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് ചെല്ലാൻ വളരെ എളുപ്പമാണ്. നമ്മുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച എവിടെയാണ്, അവിടെ പരാജയം സംഭവിച്ചിരിക്കുന്നത്, എന്താണ് അതിൽ തെറ്റുകൾ എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് ബാബു സാറിനോട് തന്നെ ചോദിക്കാം. സർ, ആത്മശോധന കഴിഞ്ഞു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു മൊറാലിറ്റിയെക്കുറിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ പാളിച്ചകളൊന്ന് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതെ, രണ്ടാമത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുക. എന്താണ് സ്ട്രോങ് ഡിസിഷൻ? ഇത് എന്നെ കെട്ടി മുറുക്കി വെച്ചിരിക്കുന്ന ഒരു ചങ്ങലയാണ്. ഈ ചങ്ങല എനിക്ക് പൊട്ടിക്കണം. അതെങ്ങനെയെന്നുള്ളത് നമ്മൾ ഇനിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് പൊട്ടിക്കണം. ഈ പലർക്കും പറ്റുന്ന ഒരു കുഴപ്പം ഇതാണ്, ഈ ഒരു ദൃഢനിശ്ചയം അവർക്ക് എടുക്കാൻ പറ്റുന്നില്ല. പിന്നെ അവർ അങ്ങനെ ഞാൻ ഇത് തീരുമാനിച്ചാൽ അത് സംഭവിക്കുമോ? എനിക്കറിയാം എൻ്റെ സ്ഥിതി വളരെ കുഴപ്പത്തിലാണ്, അപ്പോൾ എനിക്കത് സംഭവിക്കുമോ, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെയുള്ള ഒരു നിരാശയും ആശങ്കയും, ചിലപ്പോൾ അവരുടെ മനസ്സിൽ ഷെയിമാകാം, നിരാശയാകാം, അല്ലെങ്കിൽ എന്തൊക്കെയോ ജീവിതത്തിൽ ഒരു എംപ്റ്റിനെസ് ആകാം. ഇങ്ങനെ ഒരുപാട് മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ആത്മശോധനയുടെ സമയത്ത് നമുക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകും. പക്ഷേ ഇവിടെയെല്ലാം നമ്മൾ അടിപതറാതെ നമ്മൾ ശരിക്കും ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കും എൻ്റെ സെൽഫ് പവർ കൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്ന്. ഒരിക്കലും നമുക്കത് പറ്റുകയില്ല. അപ്പോൾ അതിന് ഞാൻ ഒരു സജഷൻ പറയുന്നത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു വ്യക്തി, ഒരുപക്ഷെ നിങ്ങൾ കൗൺസിലിങ്ങിന് പോകുന്നുണ്ട്, കൗൺസിലറോട് പറയാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അടുത്ത് ഇത് ഇങ്ങനെ ഒരു അവസ്ഥയെക്കുറിച്ചും ഇതിൽ നിന്ന് പുറത്തു വരുന്നതിനുള്ള ആഗ്രഹത്തെക്കുറിച്ചും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ഷെയറിങ്ങിൽ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഉള്ളിലുള്ള ആ ഒരു ലജ്ജ, അല്ലെങ്കിൽ ഉള്ളിലുള്ള നമ്മുടെ ആ ഭയം, ഇതൊക്കെ അതിൻ്റെ ഇൻറ്റൻസിറ്റി അല്പം കുറയും. കാരണം നമ്മൾ മനുഷ്യരാണ്, നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, ശരിയാണ്, നമുക്കിതെല്ലാം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടു, ശരിയാണ്. പക്ഷേ വീണ്ടും വീണ്ടും നമ്മുടെ ആ ഉള്ളിലേക്ക് നമ്മളറിയാതെ തന്നെ നിരാശ കടന്നു വരാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആരുമായിട്ടെങ്കിലും ഇത് ഡിസ്കസ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ മുമ്പിൽ ഒന്നും മറച്ചു വെക്കാതെ നമ്മൾ ഓപ്പണായിട്ടൊരു ഷെയറിങ്, ഒരു ഓപ്പൺ ഷെയറിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ശരിക്കും ആശ്രയിക്കാൻ പറ്റിയ വ്യക്തികളെ എല്ലാവരുടെയും അടുത്ത് നമുക്ക് ചെന്ന് പറയാൻ പറ്റത്തില്ല. നമുക്ക് അവരിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മളെ ആത്മീയമായിട്ട് നമ്മളെ ഇതിൽ നിന്ന് പുറത്തു വരാനായിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന വ്യക്തിയാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികളുടെ അടുത്ത് അത് തുറന്നു പറയുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മളെ വിധിക്കാതിരിക്കാൻ ശ്രമിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഈ ഒരു സ്റ്റെപ്പിൽ. കാരണം പലപ്പോഴും നമ്മൾ ആത്മശോധന കഴിഞ്ഞ് നമുക്ക് വന്നു പോകുന്ന ഒരു കുറവ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ തന്നെ ജഡ്ജ് ചെയ്ത് ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, നമ്മൾ തകർന്ന മനുഷ്യനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ് എന്നുള്ള ഒരു ചിന്തയിലേക്കും ഒരു കാറ്റഗറിയിലേക്കും നമ്മളെ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. വീണ്ടും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞത് ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നമ്മുടെ തകർച്ചകളുടെയും നമ്മുടെ പാപങ്ങളുടെയും നമ്മളുടെ ഇല്ലായ്മയുടെയും ഒന്നും ഒരാകത്തുകയല്ല നമ്മളുടെ ഐഡൻറ്റിറ്റി. വി ആർ യുണീക്ക്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറയുകയാണ്, വി ആർ യുണീക്ക്, വി ആർ അൺറിപ്പീറ്റബിൾ. നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, കുറവുകളുണ്ട്, പക്ഷേ വി ആർ യുണീക്ക്, വി ആർ അൺറിപ്പീറ്റബിൾ. നമ്മളെപ്പോലൊരാളെ ഈ ലോകത്തിൽ ദൈവത്തിന് രണ്ടാമത് സൃഷ്ടിക്കാൻ പറ്റുകയില്ല. നമ്മൾ സാധാരണ ഭാഷയിൽ പറയും, ഒരാളെ പോലെ എത്ര പേരുണ്ടെന്നാണ് പറയുന്നത്, 7 പേരെന്നൊക്കെ. അത് സ്വാഭാവികമായിട്ട് ചുമ്മാ അത് പറഞ്ഞു പോകുന്നതാണ്. നമ്മളെപ്പോലൊരു വ്യക്തി ഇനി ഈ ലോകത്തിലെ ദൈവത്തിൻ്റെ ഭാവനയിലുണ്ടായിരുന്ന നമ്മൾ ഈ ലോകത്തിൽ വന്നു കഴിഞ്ഞു. സോ വി ആർ യുണീക്ക്, വി ആർ അൺറിപ്പീറ്റബിൾ, വി ആർ ഇൻഡിസ്പെൻസിബിൾ. ദാറ്റ് ഈസ് അനദർ വേർഡ്. ഇൻഡിസ്പെൻസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ
ഇനി നമ്മൾ കളയാൻ പറ്റില്ല. നമ്മളെ മാറ്റി നിർത്താൻ പറ്റത്തില്ല, നമ്മളെ ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്ത് ചെയ്ത് ഈ ലോകത്തിലെ സകല തിന്മകളും, നിങ്ങൾ ഈ ലോകത്തിൽ കാണാവുന്ന എല്ലാ പോണോഗ്രഫി സൈറ്റുകളും കണ്ടിട്ടുണ്ടെങ്കിലും ഈ ദൈവം നമ്മളോട് പറയുന്നത് എന്താണ്? യു ആർ യുണീക്ക്, ഐ ലവ് യു. ഈ ഒരു മനോഭാവം നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഷെയർ ചെയ്യുന്ന ആളുകൾ നമ്മളെ അതിനെ ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ എൻ്റെ കൂടെയുണ്ട്, ഞാൻ എൻ്റെ ഈ തകർച്ചയിൽ നശിച്ചു പോവുകയില്ല, എനിക്കിതിൽ നിന്ന് പുറത്തു വരണം. അതാണ് ആ ദൃഢനിശ്ചയം. അപ്പോൾ ഇതാണ് നമ്മൾ ശരിക്കും അടുത്ത ഘട്ടത്തിൽ, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനുള്ളത്. നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ആ ഒരു റിസോൾവ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തമ്പുരാൻ നമ്മുടെ കൂടെ നിൽക്കും അല്ലേ? തീർച്ചയായിട്ടും അവിടെയാണ് നമ്മുടെ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മനസ്സിൻ്റെ, ഞാൻ പറഞ്ഞല്ലോ, പോണോഗ്രഫിയുടെ ഏറ്റവും വലിയ ഒരു ദൂഷ്യമെന്ന് പറയുന്നത് നമുക്കൊരുപാട് വൂൺസ് അതുണ്ടാക്കുക. കാരണം നമുക്ക് നമ്മുടെ പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മുടെ പ്രകൃതിയെ ഹേർട്ട് ചെയ്യുകയാണ്, നമ്മുടെ ഹ്യൂമൻ നേച്ചറിനെ ഹേർട്ട് ചെയ്യുകയാണ്. ദൈവം മനോഹരമായി തന്നതിനെ നശിപ്പിക്കുമ്പോൾ അതുമൂലമുണ്ടായിട്ടുള്ള ഒരുപാട് വൂൺസ് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ ഹീൽഡ് ആകണം. അതൊരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിലൂടെ അല്ല, അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഷെയറിങ്ങിലൂടെ അല്ല, അതൊക്കെ അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റാണ്. അപ്പോൾ ഈ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഹീലിംഗ് ശരിക്കും നടക്കണമെങ്കിൽ ദൈവം തന്നെ നമ്മുടെ ആ കഴിഞ്ഞ സാഹചര്യത്തിൽ നമ്മൾ എവിടെ നിന്നാണോ ഇത് തുടങ്ങിയത്, അല്ലെങ്കിൽ ഏതൊക്കെ ഇമേജസ് നമ്മുടെ ഉള്ളിലുണ്ട്, ഇവിടെയെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ്, ഈ ലോകത്തിലെ സർവ്വ രഹസ്യങ്ങളും അറിയാവുന്ന പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് അങ്ങനെയാണ് പറയുന്നത്, എല്ലാം അറിയാവുന്ന പരിശുദ്ധാത്മാവ്. നമുക്ക് ഒരുപക്ഷെ അറിയത്തില്ല പലതും, നമുക്ക് പെരിഫറലായിട്ടേ അറിയത്തുള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ദൈവത്തിൻ്റെ ആത്മാവ് വന്ന് നമ്മുടെ ഹീലിംഗ് പ്രോസസ്സ് അവിടെ ശരിക്കും സ്റ്റാർട്ടാകുകയാണ്. എഗെയിൻ അതവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഫോണിലൂടെ കിട്ടുന്ന, എഗെയിൻ നമ്മൾ അഡിക്റ്റഡ് ആണ് എങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. അതുകൊണ്ടാണ് ഞാൻ മറ്റൊരാളുടെ സഹായം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. നമ്മൾ നിരന്തരമായിട്ട് പരിശ്രമിക്കുകയും ദൃഢനിശ്ചയം എടുക്കുകയും ഈ അടിമത്തത്തിൽ നിന്ന് എനിക്ക് പുറത്തേക്ക് വരണം, എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും സുഖം പ്രാപിക്കണം എന്നുള്ള ഒരു വലിയ തീരുമാനത്തിൽ നമ്മൾ എത്തേണ്ടത്. ഈ യാത്രയിൽ നമ്മൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളൊരു പക്ഷേ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണേലും നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിക്കുക. അപ്പം ഞാൻ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ലോകം കണ്ടതിൽ ഏറ്റവും യൂത്തിനോട്, അല്ലെങ്കിൽ ഏറ്റവും ഈ ലോകത്തിലെ റിയാലിറ്റിയോട് ഒരുപാട് പ്രതികരിച്ചിരുന്ന വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, ബോഡിയെക്കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, സെക്ഷൽ സെൻസിനെക്കുറിച്ച് ഏറ്റവും അധികം പഠിപ്പിച്ച വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ, അദ്ദേഹത്തിൻ്റെ ഒരു കോട്ട് നമുക്ക് ഒന്ന് നോക്കാം. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന് ഓർമ്മിക്കുക, നിങ്ങളുടെ അനുദിന ജീവിതയാത്രയിൽ ക്രിസ്തു ഒപ്പമുണ്ട്. ദൈവമക്കൾക്ക് അനുസൃതമായ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചതും തിരഞ്ഞെടുത്തതും. സഹനത്തിലും പ്രാർത്ഥനയിലും ക്രിസ്തുവിലേക്ക് തിരിയുക. എല്ലായ്പ്പോഴും ഈ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാനുള്ള ധൈര്യം അവിടുത്തോട് ചോദിക്കുക. വഴിയും സത്യവും ജീവനുമായ അവിടുത്തോട് ഒത്ത് നടക്കുക. അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഇതാണ്, നമ്മൾ നമ്മുടെ സ്വന്തം കഴിവുകൊണ്ടും ശക്തി കൊണ്ടും നമുക്ക് നഷ്ടപ്പെട്ടത് പലതും നമുക്ക് വീണ്ടെടുക്കാൻ പറ്റുകയില്ല. വി ഹാവ് എ സമ്മൺ അറൗണ്ട് അസ്. അതേസമയം തന്നെ നമുക്ക് ദൈവത്തിൻ്റെ അനന്തമായ കരങ്ങളിലൂടെയുള്ള സഹായവും നമുക്കവിടെ കിട്ടാൻ തുടങ്ങും. അപ്പോൾ ഇത് നമ്മൾ എഗെയിൻ ഞാൻ പറയുന്നത്, നിങ്ങൾ ക്രിസ്ത്യാനി ആയിരിക്കാം, അല്ലായിരിക്കാം, എന്നാൽ നിങ്ങൾ ഇത് നോക്കുക, എല്ലാവർക്കും വേണ്ടി ഞാനൊരു ബൈബിൾ ഭാഗം ഇവിടെ നിങ്ങൾക്ക് കോട്ട് നിങ്ങളുടെ ഓർമ്മയ്ക്ക് വേണ്ടി തരികയാണ്. 1 യോഹന്നാൻ്റെ 1-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സകല ആളുകൾക്കും വേണ്ടിയിട്ടുള്ളതാണിത്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്,
നമ്മുടെ മാത്രമല്ല ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക്. അപ്പം ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പാപഭാരം വഹിച്ചവൻ, അവൻ നമ്മുടേതും എല്ലാ മനുഷ്യരുടേതും പാപ പരിഹാര ബലിയായിട്ടാണ് അത് സമർപ്പിച്ചത്. അപ്പം നമ്മൾ ഈ അടിമത്തത്തിൽ കഴിയുവാൻ യേശു ആഗ്രഹിക്കുന്നില്ല. അതാണ് നമ്മൾ ഇനിയും ചിന്തിക്കേണ്ട വേറൊരു കാര്യം. നമ്മളൊരു പക്ഷേ ആഗ്രഹിച്ചേക്കാം, പക്ഷേ ഈശോ അവിടെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ മകൻ എൻ്റെ മകള് ഈ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരണം, ഞാൻ റെഡിയാണ്, നീ എന്നെ യെസ് എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവിടെ നമ്മുടെ മതമോ ജാതിയോ വിശ്വാസങ്ങളോ പരിഗണിക്കാതെ അവൻ നമ്മെ മോചിപ്പിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു വയ്ക്കുക. കാരണം ദൈവം ഒരേ ഒരു കാര്യമേ ആഗ്രഹിക്കുന്നുള്ളൂ. ദൈവം എന്താഗ്രഹിക്കുന്നു അതിവിടെ നമ്മൾ കാണുകയാണ്. എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും എല്ലാവരും സത്യം അറിയണമെന്നുമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേ ഉള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഏത് മതസ്ഥരും ആയിക്കൊള്ളട്ടെ, ദൈവം ആഗ്രഹിക്കുന്ന ഇതാണ്, നിങ്ങൾ സത്യം അറിയണം. അപ്പോൾ നമ്മുടെ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൂടെ എല്ലാം നിങ്ങൾ സത്യം എന്താണെന്ന് മനസ്സിലാക്കുകയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തെക്കുറിച്ച്, സെക്ഷുവാലിറ്റിയെക്കുറിച്ച്, പോണോഗ്രഫി എന്ന വലിയ മാരകമായ ആപത്തിനെക്കുറിച്ച് അതിൻ്റെ സത്യം മനസ്സിലാക്കുകയായിരുന്നു. ഈ സത്യമാണ് നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പോകുന്നത്. ആ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ചാൽ തീർച്ചയായിട്ടും ഈശോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അവിടുന്ന് പറയുന്നുണ്ട്, വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ഭാരം ചുമക്കുന്നവരെ, അധ്വാനിക്കുന്നവരെ എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഇത് വളരെ സത്യമാണ്. നിങ്ങളിന്ന് ഏതവസ്ഥയിലും ആയിക്കൊള്ളട്ടെ, ഈ ഒരു കോൺഫിഡൻസ് നമുക്ക് ഈശോയിൽ ഉണ്ടാകണം. ഞാൻ ഭാരപ്പെട്ടിരിക്കുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ തകർന്നിരിക്കുകയാണ്, എൻ്റെ കുടുംബം തകർന്നിരിക്കുകയാണ്, എൻ്റെ ജോലി സ്ഥലത്ത് പല പ്രശ്നങ്ങളാണ്. കാരണം ഈ പോണോഗ്രഫി എന്നെ അത്രത്തോളം അങ്ങേയറ്റം ഉപദ്രവിച്ചിരിക്കുന്നു. ഐ ആം ബർഡൻഡ്, ലോർഡ് ഗീവ് മീ പീസ്, ഗീവ് മീ ദ റെസ്റ്റ്. ഈശോ അത് നമുക്ക് ഉറപ്പ് തന്നതാണ്. ഞാൻ വീണ്ടും ഒരു ബൈബിൾ ഭാഗം ഓർക്കുകയാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവം പറയുകയാണ്, യു ആർ പ്രഷ്യസ് ഇൻ മൈ ഐസ് ആൻഡ് ഐ ലവ് യു. നീ എൻ്റെ കണ്ണിലുണ്ണിയാണ്, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ഒരു ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കുവാനുള്ള ധൈര്യം നമ്മുടെ എല്ലാ ലജ്ജയും, നമ്മുടെ എല്ലാ ആശങ്കകളും, നമ്മുടെ എല്ലാ നിരാശയും, നമ്മുടെ എല്ലാ മുറിവുകളെയും എടുത്തു മാറ്റി നമുക്ക് പൂർണ്ണമായി സൗഖ്യം തരാനുള്ള ഒരു ദൈവത്തിൻ്റെ ആശ്വാസ വാക്കുകളാണ്. പ്രിയപ്പെട്ടവരെ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ ലോകത്തിൽ എന്ത് ബുദ്ധിമുട്ടുകളുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നതെങ്കിലും, പ്രത്യേകിച്ച് നമ്മുടെ ജീവിതവുമായി നമ്മൾ ഒത്തിരി ചലഞ്ചസ് നമ്മൾ നടത്തി പോണോഗ്രഫിയിലൂടെ. അപ്പോൾ അവിടെയെല്ലാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തവൻ ഇപ്പോഴും നമ്മളെ നോക്കി ദാ ഞാൻ റെഡി എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, ഒരവസ്ഥയിലാണ് നമ്മളെന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത് ഞാൻ വീണ്ടും നിങ്ങളോട് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു ധൈര്യം നിങ്ങൾക്ക് തരുന്നതെന്ന് പറഞ്ഞാൽ, പലരും ഈ സ്റ്റേജ് വരുമ്പോഴത്തേക്കിന് തളർന്നു പോകും, പിന്നെ എങ്ങനെ മുന്നോട്ട് പോകും എന്നുള്ളതിനെക്കുറിച്ച് വലിയ ആശങ്കയാണ്. കാരണം അവർ പറയുന്നത്, എനിക്കിതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുകയല്ല, ഐ എം ബ്ലൈൻഡ്, എൻ്റെ ജീവിതം തകർന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഈ ഈശോയിലുള്ള ആ വലിയ പ്രത്യാശ നിങ്ങൾക്ക് തരുന്നത്. കാരണം ഒരിക്കൽ കാഴ്ചയില്ലാത്ത കുറച്ച് പേർ യേശുവിൻ്റെ അടുക്കൽ സൗഖ്യത്തിനായി വന്നു. യേശു അവരോടൊന്നും ചോദിച്ചില്ല, പക്ഷെ ഒരു ചോദ്യം വളരെ പ്രധാനമായിട്ട് ചോദിച്ചു. അതെന്താണെന്നറിയാവോ? എനിക്ക് ഇത് ചെയ്തു തരുവാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ജന്മന അന്ധനായ മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു പ്രോസസ്സ് അല്ല, അവൻ്റെ കണ്ണിന് കാഴ്ച കൊടുക്കുന്നത്. പക്ഷേ ഈശോ അവരോട് ചോദിച്ച ഒരേ ചോദ്യം ഇതേ ഉള്ളൂ, ഒരേ കണ്ടീഷൻ, എനിക്കിത് ചെയ്തു തരുവാൻ, ഈ രീതിയിൽ നിങ്ങളെ സുഖപ്പെടുത്തുവാൻ കഴിയും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവരൊരേ ഒരു ഉത്തരമേ പറഞ്ഞുള്ളൂ, ഉവ്വ് കർത്താവേ. വേറൊന്നും പറഞ്ഞില്ല. യെസ് ലോർഡ്, യു ക്യാൻ. അപ്പോൾ ഇത് തന്നെയാണ് നമുക്കും ചെയ്യാൻ പറ്റുക.
ഈ ബന്ധനത്തിൽ നിന്ന് കർത്താവിന് നമ്മെ മോചിപ്പിക്കുവാൻ കഴിയും എന്ന് ഉറച്ചു വിശ്വസിക്കുക പ്രിയപ്പെട്ടവരെ. എഗെയിൻ, നിങ്ങൾ കർത്താവിൽ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടാവുകയില്ല, സാരമില്ല. നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സമയം തന്നെ യേശുവേ എന്ന് വിളിച്ച് യേശുവിനെ അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മളോട് പറയുക, ദൈവത്തിൻ്റെ വചനം നമ്മളോട് പറയുകയാണ്. അതുകൊണ്ട് ഈ നിമിഷം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം തന്നെ ഇതൊരു വലിയ ആശ്വാസമായി നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരും എന്നെനിക്ക് പ്രത്യാശയുണ്ട്. വീണ്ടും ദൈവം നിങ്ങളോട് പറയുകയാണ്, യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, വലിയൊരു പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുകയാണ്, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, ഇതിലപ്പുറമായിട്ട് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവം, ഈ നമ്മുടെ നിസാരമായ, നമുക്ക് വലിയ പ്രശ്നമുള്ളതാകണമെങ്കിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഇത് വളരെ നിസാരമാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിക്കുന്ന ദൈവത്തിന് നമ്മുടെ ഒരു പോണോഗ്രഫി നിസാരമായി എടുത്തു മാറ്റാൻ പറ്റും. പക്ഷെ നമ്മളെ ആ കാഴ്ചയില്ലാത്ത, നമ്മൾ ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിൽ തപ്പിത്തടയുകയാണ്. കാഴ്ച നഷ്ടപ്പെട്ട് പോണോഗ്രഫിയുടെ അന്ധകാരം നിറഞ്ഞ് നമ്മുടെ ജീവിതം തകർന്നടിഞ്ഞ് നമ്മളിങ്ങനെ തപ്പിത്തടയുകയാണ്. യേശു ഒരേ ഒരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഡു യു ബിലീവ് ദാറ്റ് ഐ ക്യാൻ ഡു ദിസ് ഫോർ യു? ഒറ്റ ഉത്തരം പറഞ്ഞാൽ മതി, യെസ് ഐ ബിലീവ്. കാരണം നീ ആ കർത്താവ്, ഞാനിതാ അധരം കൊണ്ട് ഏറ്റുപറയുന്നു, നീ എനിക്ക് വേണ്ടി മരിച്ചു, എനിക്ക് വേണ്ടി ഉയർത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡൺ. അവിടെയാണ് ദൈവം പറയുന്നത്, ഇതാ ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു. നീ എൻ്റെ കണ്ണിലുണ്ണി എന്ന് പറഞ്ഞ അതേ ദൈവം തന്നെ പറയുക, നീ പേടിക്കേണ്ട, നിൻ്റെ വലത് കൈ ഞാൻ പിടിച്ചിരിക്കുക. ഞാനാ പറയുന്നത്, ഞാൻ നിന്നെ സഹായിക്കും. ഞാൻ ഈ ബന്ധനത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരും എന്ന് ദൈവം നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്. അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് അതിനു മുമ്പ് നമ്മൾ കേൾക്കുകയുണ്ടായി. നമ്മളെ സഹായിക്കാനുള്ള ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരിക. ഇതാണ് നമ്മൾ ആത്മശോധനയുടെ ഘട്ടം കഴിഞ്ഞു. അതിനുശേഷം നമ്മളൊരു ദൃഢനിശ്ചയമെടുത്തു, തീരുമാനമെടുത്തു. പിന്നീട് നമ്മളത് ഈ ലോകത്തിൽ നമ്മളെ കോൺഫിഡൻസ് ഉള്ള ആളുമായി നമ്മൾ ഷെയർ ചെയ്ത് നമ്മൾ സഹായം ചോദിക്കുന്നു. കാരണം ഈ യാത്ര നമുക്ക് ഒറ്റയ്ക്ക് പോകുവാൻ ബുദ്ധിമുട്ടാണ്. അതിനുശേഷമാണ് എല്ലാത്തിനും കഴിവുള്ള ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മുടെ ഹൃദയവും ജീവിതവും നമ്മൾ ഉയർത്തി, യെസ് ലോർഡ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് വേറെ ഒരു രീതിയിലും ഇതിൽ നിന്ന് പുറത്തു വരാൻ പറ്റത്തില്ല. ഐ വാണ്ട് ടു കം ഔട്ട്, ബട്ട് ഹെൽപ്പ് മീ, ഹെൽപ്പ്. ഈ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഈ ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ടത്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിക്കഴിയുമ്പോൾ അടുത്തത് നമ്മൾ ചെയ്യാനുള്ളതാണ് അനുരഞ്ജനത്തിൻ്റെ കൂദാശ, അല്ലെ സൗഖ്യത്തിൻ്റെ കൂദാശയായ കുമ്പസാരത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ ആരംഭത്തിൽ പറഞ്ഞു, കത്തോലിക്കരല്ലാത്തവർക്ക് അവർക്കൊരു പക്ഷേ കുമ്പസാരം കാണുകയില്ല, അല്ലെങ്കിൽ മറ്റ് വിഭാഗത്തിലുള്ളവർക്ക് ഇങ്ങനെയുള്ള ഒരു കുമ്പസാരം എന്ന കൂദാശ കാണുകയില്ല. നിങ്ങളതിനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കേണ്ട. നിങ്ങൾക്കുള്ള കത്തോലിക്കരായിട്ടുള്ളവർ നിങ്ങൾ നല്ലൊരു കുമ്പസാരത്തിന് ഒരുങ്ങുക. അല്ലാത്തവർ ക്രിസ്തുവുമായി നിങ്ങളൊരു ആഴമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ, ക്രിസ്തുവുമായി ആഴമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തുറന്നു വെച്ച് ഒരു സംസാരം, ഈശോയോട് തന്നെ നിങ്ങൾ മാപ്പ് ചോദിക്കുക. നീ എനിക്ക് തന്ന എല്ലാ ദാനങ്ങളെയും ഞാൻ മാനിക്കാതെ ഞാൻ അതിനെയെല്ലാം പല വിധത്തിൽ ദുരുപയോഗിച്ചു, എന്നോട് ക്ഷമിക്കണമേ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ സ്റ്റേജ് നിങ്ങൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകളാണേലും അവിടെ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടും. ദൈവം നിങ്ങളോട് ക്ഷമിക്കും. ഈ ലോകത്തിൽ ദൈവത്തിന് ക്ഷമിക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. അപ്പോൾ നമുക്കത് പ്രത്യേകമായിട്ട് അനുരഞ്ജനത്തിൻ്റെ കൂദാശയിലൂടെ കത്തോലിക്കർക്ക് നമുക്ക് കിട്ടിയിട്ടുള്ള വലിയ ഭാഗ്യം അതാണ്. അപ്പോൾ അങ്ങനെ കത്തോലിക്കർ നിങ്ങൾ നല്ലൊരു കുമ്പസാരം നടത്തുക.
ആ കുമ്പസാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കുക. ആ കുമ്പസാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടേണ്ട സൗഖ്യവും ആ കുമ്പസാരത്തിലൂടെ നമുക്ക് കിട്ടുന്ന കൃപയും അത് നിരന്തരം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ പരിശ്രമിക്കണം. പിന്നെ നിങ്ങൾ ഒരിക്കൽ കുമ്പസാരിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ കുമ്പസാരം വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഒരു സൗഖ്യത്തിൻ്റെ മേഖല, ഒരു സൗഖ്യത്തിൻ്റെ അവസ്ഥ, അതുപോലെ തന്നെ നമുക്ക് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ്റെ ടൈം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സർ, നമ്മൾ സാധാരണ മനുഷ്യരാണ്. കുമ്പസാരിച്ചു, നമ്മൾ ദൃഢനിഷ്ഠ എടുത്തിട്ടാണ് നമ്മൾ കുമ്പസാരിക്കുന്നത്. അത്രയധികം ധൈര്യം സംഭരിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർ പോയി കുമ്പസാരിക്കുന്നത്. പക്ഷെ പിന്നീടും അതേ പാപത്തിൽ വീണു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അവർ നിരാശരായി പോകാൻ സാധ്യതയുണ്ട് സർ? അപ്പം നമുക്ക് അതിനൊരു റിക്കോഴ്സ് എന്താണ്? അങ്കിത, അത് വളരെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണ്, വളരെ നല്ല ചോദ്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ ബലഹീനതകൾ നമുക്കുണ്ട്. ഇപ്പോൾ ഒരാൾ ഇത്രയും പ്രോസസ്സ്, ഇത്രയും സ്റ്റേജിലൂടെ കടന്നു വന്ന് നല്ലൊരു കുമ്പസാരം നടത്തി ഇതെല്ലാം ചെയ്തു, ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞപ്പോൾ ഈ ആളിന് എന്തെങ്കിലും ഒരു പ്രത്യേക, കാരണം നമ്മൾ ഇനി ഇതിൻ്റെ സൊല്യൂഷനിലേക്ക് ഇനി പല സ്റ്റെപ്പുകളിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അന്നേരം കുറേ കൂടെ അത് വ്യക്തമാകും. അപ്പോൾ ഏതെങ്കിലും കാരണവശാൽ വീണ്ടും ഒരു തെറ്റിൽ, അത് പോണോഗ്രഫി ആകാം, വേറെ എന്തെങ്കിലും തെറ്റാകാം, അതിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ അവിടെയാണ് ദൈവത്തിൻ്റെ കൃപ വർക്ക് ചെയ്യുന്നത്. നമ്മൾ വീണെടുത്ത് കിടക്കാനോ വീണ്ടും പഴയ നമ്മുടെ പന്നിക്കുഴിയിലേക്ക് തിരിച്ചു പോകുവാനോ ഉള്ള ഒരു സെക്കൻഡ് പോലും നമ്മൾ അവിടെ വേസ്റ്റ് ചെയ്യാതെ ഉടനെ ചാടി എഴുന്നേറ്റ് ദൈവത്തോട് മാപ്പ് ചോദിച്ച് ഏറ്റവും നമുക്ക് ഇമ്മീഡിയറ്റായിട്ട് കുമ്പസാരിക്കാൻ പറ്റുന്ന സ്ഥലത്ത് പോയി നമ്മൾ കുമ്പസാരിച്ച് വീണ്ടും നമുക്ക് ശക്തി നേടണം. ഈ കുമ്പസാരത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുക മാത്രമല്ല കുമ്പസാരത്തിലൂടെ. എന്തുകൊണ്ടാണ് അത് സൗഖ്യത്തിൻ്റെ കൂദാശ എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നമ്മുടെ പാപം മൂലമുണ്ടായിട്ടുള്ള എല്ലാ മുറിവുകളെയും അത് സുഖപ്പെടുത്തുന്നു. അപ്പോൾ ചില മുറിവുകൾ വീണ്ടും പൂർണ്ണമായി സുഖപ്പെടാതെ അതിന് പല കാരണങ്ങളുണ്ടാകാം. ദൈവത്തിൻ്റെ ശക്തിയുടെ കുറവ് കൊണ്ടല്ല, പല കാരണങ്ങളാൽ അത് വീണ്ടും ഇങ്ങനെ ഉണങ്ങാതിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മളെ ട്രിഗറിങ് പോയിൻ്റായിട്ട് വീണ്ടും പാപത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ കുമ്പസാരിക്കുമ്പം കൃപ നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. നമ്മുടെ ആത്മാർത്ഥമായി നമ്മുടെ ഹൃദയത്തിൻ്റെ പൊസിഷൻ എവിടെയാണ് അതാണ് ഈശോ നോക്കുന്നതെന്ന് നമ്മൾ തിയോളജി ബോഡിയിൽ പറഞ്ഞല്ലോ. യുവർ ഹാർട്ട്, നമ്മുടെ ഹാർട്ട് കറക്റ്റ് പൊസിഷനില്ല, പക്ഷേ നമ്മൾ വീണുപോയി. ദാറ്റ്സ് ഓക്കെ. ഈശോ പറയുന്നത് സാരമില്ല മോനെ, സാരമില്ല മോളെ, നീ എൻ്റെ അടുത്ത് തിരിച്ചു വന്നല്ലോ, ഇതാ ഞാൻ നിനക്ക് വീണ്ടും കൃപ തരുന്നു. അപ്പോൾ ഈ ഓരോ കുമ്പസാരത്തിലും, അടിക്കടിയുള്ള കുമ്പസാരത്തിൽ നമുക്ക് ഈ കൃപ ലഭിക്കുന്നത് കൊണ്ട് നമ്മളിതിനെ തിന്മയെ റെസിസ്റ്റ് ചെയ്യാനുള്ള പവറും നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് ചോദിച്ചതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു കുമ്പസാരം കഴിഞ്ഞ് അടുത്ത പാപം ചെയ്യുന്നത് വരെ നമ്മൾ കുമ്പസാരിക്കാനിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഒരു പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് 2 ആഴ്ച കൂടിയിരിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് കുമ്പസാരിക്കാൻ പറ്റുമെങ്കിൽ നമ്മുടെ പഴയ പാപങ്ങളെല്ലാം, അതിൻ്റെ വൂൺസ് എല്ലാം ഹീലായി വലിയ കൃപ നമുക്ക് ഭയങ്കര റെസിസ്റ്റൻസ് തരും. ചിലപ്പോൾ ഒരു സ്റ്റേജ്, പൗലോസ്ലീഹ അതാ പറയുന്നത്, പാപത്തിൻ്റെ മുമ്പിൽ നമ്മൾ ചെന്ന് നിന്നാലും, പാപം ചെയ്യാനുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ കൺമുമ്പിൽ ഉണ്ടെങ്കിലും പാപം ചെയ്യാൻ തോന്നാത്ത ഒരവസ്ഥയിലാകത്തക്ക വിധത്തിൽ ഈ ദൈവത്തിൻ്റെ കൃപ നമ്മളെ മൂടും. അപ്പോൾ അതുകൊണ്ടാണ് സൗഖ്യത്തിൻ്റെ കൂദാശയായിട്ട് നമുക്ക് കൃപ ഒഴുകുന്ന കൂദാശയായിട്ട് നമുക്ക് ഈ കുമ്പസാരം തീരുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും അങ്ങനെ സംഭവിക്കാം. നമ്മൾ ചാടി എഴുന്നേൽക്കുക, വീണ്ടും ശക്തനായവൻ്റെ അടുത്തേക്ക് പോവുക. സാർ, അപ്പോൾ നമ്മളോട് പറഞ്ഞത് വളരെ പ്രാക്ടിക്കലായിട്ടുള്ള 4 സ്റ്റെപ്പുകളാണ്. ആദ്യം തന്നെ ഒരു ആത്മശോധന, നമ്മൾ തന്നെ പരിശോധിച്ച് നോക്കുക. അതിനുശേഷം ദൃഢനിശ്ചയം എടുക്കുക. പറ്റുന്ന, നമുക്ക് വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ അടുത്ത് നമ്മളിത് ഷെയർ ചെയ്യുക. തമ്പുരാൻ്റെ അടുത്ത് സഹായം ചോദിക്കുക, കുമ്പസാരിക്കുക. അക്രൈസ്തവരായിട്ടുള്ളവർക്ക് ഈശോയുടെ അടുത്ത് ചെന്ന് പറയാം. സാധിക്കുമെങ്കിൽ ഒരു ദിവ്യകാരുണ്യ ചാപ്പലിൽ പോവുക, അല്ലെങ്കിൽ നിങ്ങൾ ആയിരിക്കുന്ന അടുത്ത് തന്നെ ഇരുന്നു കൊണ്ട് ഈശോയോട് പറയുക, എനിക്ക് തെറ്റുപറ്റിപ്പോയി തമ്പുരാനെ, എന്നെ സഹായിക്കണേ, എന്നെ തിരികെ കൊണ്ടുവരണേന്ന്.
എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ ഒരു പാപത്തിൽ നിങ്ങൾ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരൊറ്റ കാര്യമുള്ളൂ. തമ്പുരാൻ നിങ്ങളെ നോക്കി പറയുന്ന ഒരൊറ്റ സെൻറ്റൻസ് ആണ്, യു ആർ മൈ ബിലവഡ്. നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, എൻ്റെ പ്രിയപ്പെട്ടവളാണ്. ആ വാക്കിൽ വിശ്വസിക്കുക, ആ വാക്കിൽ വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇമെയിൽ ഐ ഡി തരുന്നുണ്ട്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തരാൻ ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നതാണ്. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു സോ മച്ച്.